ടൈം ആകാറായി. ബാക്കിയുള്ള എല്ലാവരും കയറി. ഞങ്ങളിവിടെ കസ്റ്റമേഴ്സിനോടെ ക്യാമറ ഒക്കെ ഇത് ചെയ്ത് ലേറ്റ് ആയതാ. കിലോമീറ്റേഴ്സ് അങ്ങനെ നമ്മളെ ടീം യാത്രി ഹോൾഡേഴ്സിനോടൊപ്പമുള്ള നമ്മളെ തായ്ലാൻഡ് പാർട്ട് 2. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നമ്മൾ മലേഷ്യയിലേക്ക് മലേഷ്യൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ തായ്ലാൻഡിലോട്ടാണ് പോകുന്നതെങ്കിൽ പോലും നമ്മൾ 2 ഫ്ലൈറ്റ് കേട്ടാണ് തായ്ലാൻഡിൽ എത്തുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, എപ്പിസോഡ് 2 എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്തുകൊണ്ടാണ് ട്രിവാൻഡ്രത്തുനിന്ന് പോകുന്ന രീതി കാണിക്കുന്നത്. എന്താന്ന് പറ സൂരി. നമ്മൾ ശരിക്കും പാർട്ട് 1 ഇട്ടെങ്കിൽ പോലും അത് നമുക്ക് ട്രെയിലർ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ കുറെ അടിപൊളി ഇഷ്യൂസ് ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല. ഇത് നല്ല ഡീറ്റെയിൽഡ് എല്ലാം നമ്മൾ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളൊരു എപ്പിസോഡായിരിക്കും ഇത്. അങ്ങനെ നമ്മൾ മലേഷ്യയിൽ എത്തിയിരിക്കുന്നു. ഇവിടെ ഒരു 4 hours വെയിറ്റിംഗ് നമുക്കുണ്ട്. 4 hours അല്ല, കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ മലേഷ്യ നല്ല സ്ഥലമാണെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. നമുക്ക് പിന്നെ ഒരിക്കലും ഇവിടെ വരാൻ ഭാഗ്യമുണ്ട്, നമ്മൾ വരാം. ഇപ്പം നമ്മൾക്ക് മലേഷ്യ എയർപോർട്ടിന് വെളിയിൽ പോകാൻ പറ്റില്ല. ഇവിടെ 4 hours വെയിറ്റിംഗ് ഉണ്ട്. 4 ഹവേഴ്സിന് ശേഷമായിരിക്കും നമ്മളെ തായ്ലാൻഡിലോട്ടുള്ള നമ്മളെ സെക്കൻഡ് പ്ലെയിൻ, അതും മലേഷ്യൻ എയർലൈൻസിന്റെ ആയിരിക്കും. ഇവിടെ ഉള്ള മെയിൻ സംഭവം നീ പറഞ്ഞില്ലല്ലോ, അവിടെ ഒരു കോർണറിൽ ഇരിക്കുന്നത് എന്തുവാ? പെഡൽ പിയാനോ. ഓ മൈ ഗോഡ്, പെഡൽ പിയാനോ. അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ മലേഷ്യൻ കോലാലംപൂർ എയർപോർട്ടാണിത്. ഇവിടെ എയർപോർട്ടിൽ നമ്മൾ പോകുന്നതായിരിക്കും. നമുക്ക് ഇവിടെ ഒരു പെഡൽ പിയാനോ കാണാൻ പറ്റും. അത് ഫ്രീ ടു പ്ലേ ആണ്. ആർക്കാണെങ്കിലും വന്ന് വായിക്കാൻ പറ്റുന്ന ഒരു പെഡൽ പിയാനോ ആയിരുന്നു. അവിടെ ഒരാൾ വന്ന് വായിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര രസത്തിലൊക്കെ ആയിരുന്നു അടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ അതും കുറെ നേരം ഇരുന്ന് കണ്ടോണ്ടാണോ ഇരിക്കുന്ന സൂര്യ കീബോർഡ് വായിക്കുന്നത്? ഓക്കെ, കേട്ട് ഞങ്ങൾ കുറെ നേരം ആസ്വദിച്ചതിന് ശേഷം നമ്മൾ അങ്ങനെ പതിയെ ആ കീബോർഡ് വായിച്ച സ്ഥലത്തു നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ബോർഡിംഗ് ഏരിയയുടെ അവിടെ പോയി കുറെ നേരം വെയിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരു ഇൻട്രോ ഒക്കെ ഷൂട്ട് ചെയ്തു. പക്ഷെ നിർഭാഗ്യവശാൽ അതിന്റെ ഓഡിയോ കിട്ടിയില്ല. അതെ, എന്ത് ചെയ്യാം. അങ്ങനെ ഞാൻ അവിടെ ഉള്ള ബാക്കിയുള്ള മണിക്കൂറുകളെല്ലാം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഞാൻ അവിടെ ഇരുന്ന് എല്ലാം ഫോട്ടോ എടുത്തു. അടുത്ത് നമ്മൾ തായ്ലാൻഡിലേക്കുള്ള ചെക്കിങ്ങിന് വേണ്ടി നമ്മൾ കേറിയിരിക്കുകയാണ്. ഞാൻ പ്രത്യേകിച്ച് 4 ഹവേഴ്സിലൊന്നും അറിഞ്ഞില്ല. അങ്ങനെ നല്ല സുഖമൊക്കെ കയറി നമ്മളങ്ങനെ ഫൈനലി നമ്മളെ തായ്ലാൻഡിലേക്ക് പോകാനുള്ള നമ്മളെ ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. ഈ നമ്മൾ തായ്ലാൻഡിലോട്ട് പോകുന്ന മലേഷ്യൻ എയർലൈൻസിൽ തന്നെയാണ്. 4 ഫ്ലൈറ്റും മലേഷ്യൻ എയർലൈൻസ് തന്നെയായിരുന്നു അല്ലേ? അതെ. തിരിച്ചു വരുന്നത് 4 ഫ്ലൈറ്റ് നമ്മളെ മലേഷ്യൻ എയർലൈൻസ് തന്നെയായിരുന്നു. ഈ എയർലൈൻസിൽ നമ്മളുടെ ഭക്ഷണമെല്ലാം നമുക്ക് നല്ല ഭക്ഷണമായിരുന്നു. നമ്മൾ നല്ലൊരു ഭക്ഷണം തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് നമ്മളുടെ എല്ലാ ഭക്ഷണത്തിലും നമുക്ക് ഇച്ചിരി അധികം ഫ്ലേവേഴ്സ് കണ്ടുകൊണ്ട് ഇവിടുത്തെ മെയിൻ ഭക്ഷണമാണ് ചിക്കനും ഒരു റൈസും. പക്ഷെ അധികം ഒന്നിൽ സ്പൈസ് ഇല്ല. അത് ചിലർക്കൊക്കെ ഇഷ്ടപ്പെടും. പക്ഷെ നമുക്കൊക്കെ ഇച്ചിരി എരിവ് കഴിച്ചതായതുകൊണ്ട് പെട്ടെന്ന് ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് അത്ര അങ്ങോട്ട് ഇതാവത്തില്ല. എങ്കിൽ പോലും നല്ലൊരു ഭക്ഷണം തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ഞാൻ ഫ്ലൈറ്റിൽ ഏറ്റവും കൂടുതൽ കഴിച്ച ഫുഡ് എന്ന് പറയുന്ന ബണ്ണും ബട്ടറും ഫ്രൂട്ട്സും ആയിരുന്നു. നല്ല സീനറിയും കണ്ട് അത് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. അത് കഴിക്കും, ഉറങ്ങും. അതായിരുന്നു ഫ്ലൈറ്റിൽ. അങ്ങനെ നമ്മൾ ഫൈനലി അങ്ങനെ വെയിറ്റ് ചെയ്ത് നല്ല വ്യൂ എല്ലാം കണ്ട് നമ്മൾ തായ്ലാൻഡിൽ അങ്ങനെ എത്തി. ഇപ്പൊ എത്തിയിരിക്കുകയാണ്. അത് കണ്ടോ, അവിടെ ഫുൾ മലേഷ്യൻ എയർലൈൻസിന്റെ. അങ്ങനെ നമ്മൾ സുവർണഭൂമി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ നമ്മളെപ്പോലെ തായ്ലാൻഡിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന പുതിയ ആൾക്കാർക്ക് ഞങ്ങൾ ഒരു ടിപ്പായിട്ട് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ. ഞങ്ങൾ പോയ സമയം വരെ വിസ ഓൺ അറൈവൽ ഫ്രീ ആയിരുന്നു.
പിന്നെ അതിപ്പോ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തേക്കുവാണ്. തായ്ലാൻഡ് പോലത്തെ സ്ഥലത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഗുഡ് ന്യൂസ് ഉണ്ട്. അത് നവംബർ വരെ വീണ്ടും എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വരാനൊക്കെ 5000 ഒക്കെ രൂപന്റെ ഒരു വിസ ഇപ്പം ഫ്രീ ആണ്. അപ്പം ഞങ്ങൾ ഫാമിലി മൊത്തം 20,000 രൂപയുടെ ലാഭമാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. അപ്പൊ ഈ സമയമൊക്കെ നല്ല സമയമാണ്. അങ്ങനെ നമ്മൾ സുവർണഭൂമി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. മണിക്കൂറിനുള്ളില് നമ്മൾ പട്ടായ എത്തും. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ പേര് സിട്രസ് ഗ്രാൻഡ് എന്നാണ്. സിട്രസ് ഗ്രാൻഡ്. അവിടെ ചെല്ലുമ്പോൾ റിസപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഹോട്ടലിന്റെ പേരും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഈ ടീം യാത്രി ഹോളിഡേസിനോടൊപ്പം നമ്മൾ ഹോട്ടലിലുണ്ടായിരുന്നത് 7 ഫാമിലി 8 കുട്ടികൾ അടക്കം 24 പേരായിരുന്നു ഞങ്ങൾ ടോട്ടലായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ആദ്യം പട്ടായയിലോട്ടാണ് പോകുന്നത്. പട്ടായ പോകുന്ന വഴിക്ക് നമ്മൾ ഇതായിട്ട് കാണാത്ത നമ്മൾ ടെസ്റ്റിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ഞങ്ങൾ അതിന്റെ പോകുന്ന വഴിയിലൊക്കെ നമ്മൾ കണ്ടു. മസ്താങ് ഇങ്ങനത്തെ കുറെ സൂപ്പർ ആയിട്ട് നല്ല കാറുകൾ കണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലാണ് സിട്രസ് ഗ്രാൻഡ് ഹോട്ടൽ അല്ലേ? അതെ. അപ്പോൾ നമ്മൾ അവിടെ എത്തി. നമ്മൾ അതിന്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് കയറുന്നത്. കാരണം വണ്ടിയൊക്കെ ബസ് പാർക്ക് ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറി നമ്മളെല്ലാവരും നമ്മളുടെ ഹോട്ടൽ മുറികളുടെ കീ കാർഡ് എല്ലാം എടുത്ത് നമ്മളങ്ങനെ പതിയെ നമ്മളെ ഹോട്ടൽ റൂംസിലോട്ട് പോകാൻ പോവുകയാണ്. അങ്ങനെ 4th ഫ്ലോറിലാണ് ഞങ്ങളുടെ റൂം എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഫ്ലോറിൽ അങ്ങനെ വേറെ ആരുമില്ല. ബാക്കി എല്ലാവരും 5th ഫ്ലോറിലൊക്കെയാണ്. നമ്മളുടെ റൂം ട്രിപ്പിൾ റൂമാണ്. ഒരു ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡും ഇല്ലേ? അങ്ങനത്തെ റൂമാണ്. ശരി. അങ്ങനെ നമ്മളുടെ അവിടെ നമ്മളെ റൂമൊക്കെ നമ്മൾ കുറേ നേരം ഇരുന്ന് കണ്ടു. നല്ല ബാൽക്കണി ഒക്കെ ഉള്ള നല്ല വ്യൂ ഒക്കെ ഉള്ള ഒരു ബാൽക്കണി ആയിരുന്നു. പിന്നെ ഇവിടെ ഞാൻ ഒരു വെറൈറ്റി സംഭവം ഞാൻ പിന്നെ അറിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇന്ത്യയിലുള്ള എല്ലാ ഹോട്ടലിലും നമുക്ക് അവിടെ എല്ലാ ക്രീം, ലോഷൻ, ഷാമ്പു, പിന്നെ ബ്രഷും പേസ്റ്റും കിട്ടും. പക്ഷെ ഞാൻ അച്ഛനും കൂടി ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പം റൂം സർവീസിൻ്റെ ആൾക്കാരൊക്കെ വന്ന് അപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ എങ്ങനെയൊക്കെ ഞങ്ങൾ ചോദിച്ചപ്പോഴാണ് ഇവിടെ ബ്രഷും പേസ്റ്റും കിട്ടത്തില്ല. നമ്മൾ ഹോട്ടലിൽ നമുക്ക് അല്ലാതെ കിട്ടത്തില്ല. ബാക്കിയെല്ലാ ഹോട്ടലിലും ഇന്ത്യയിലൊക്കെ കിട്ടും. പക്ഷെ ഇവിടെ ആണെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വേറെ നമ്മൾ വാങ്ങണം. 20 ബാത്ത് 45 ഇന്ത്യൻ റുപ്പീസാണ് നമ്മൾ ഇവിടെ കൊടുത്താൽ. അതെന്തോ ബ്രഷ് മാത്രമേ കിട്ടത്തുള്ളൂ. പേസ്റ്റിന് വേറെ പൈസ കൊടുക്കണം.
അങ്ങനെ അതുപോലെ അവിടെ വെള്ളത്തിനും ഭയങ്കര വിലയാണ്. ഒരു ദിവസം ഒരു കുപ്പി ബോട്ടിലേ നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ കുറച്ച് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇവിടെ ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ അവിടെ വാഷ് ബേസിൻ്റെ അവിടെ ഒരു സൈഡിൽ ബാത്റൂം, പിന്നെ ഒരു സൈഡിൽ കുളിക്കുന്ന ഷവറുള്ള ഏരിയ. അതെ. ഓക്കെ, ഇതാണ് നമ്മൾ സിട്രസ് ഗ്രാൻഡ് ഹോട്ടൽ. ഒരുമാതിരിപ്പെട്ട മിക്ക ഗ്രൂപ്പ് ടൂർ ആൾക്കാരൊക്കെ വരുമ്പം താമസിക്കുന്ന ഇവിടെയാണ്. ഇത് 5 സ്റ്റാർ ഹോട്ടലാണ്. അപ്പം നമ്മളെ ഹോട്ടലിലെ ബാൽക്കണി ഇരുന്ന് കുറച്ച് നല്ല കാറ്റൊക്കെ കൊണ്ട് കുറച്ച് ഇരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു ചേട്ടാ, ഈ ഹോട്ടലിന്റെ തൊട്ടടുത്താണ് പട്ടായ ബീച്ചും നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റും എല്ലാം തൊട്ടടുത്താണ്. വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നാൽ തന്നെ എല്ലാം എത്തും. അങ്ങനെ നമ്മൾ അവസാനമായിട്ട് നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി നമ്മൾ പൂളിലോട്ട് വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 8 കുട്ടികളാണുള്ളത്. ഞങ്ങൾ ഈ കുട്ടികളായിട്ട് അധികം ഒട്ടും കമ്പനിയല്ലായിരുന്നു. പക്ഷേ ഈ പൂൾ അതിനെല്ലാം മാറ്റിമറിച്ച് ഈ പൂൾ വന്നതോടെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കമ്പനിയായി, ഭയങ്കര രസമായിട്ടൊക്കെയാണ് ഞങ്ങൾ കളിച്ച് ഒക്കെ ഇതാക്കിയത്. എല്ലാവരും അതെ. അതുമാത്രമല്ല, ഏറ്റവും ട്വിസ്റ്റ് എന്ന് വെച്ചാൽ എനിക്കും സൂര്യനും നീന്തൽ പോലും അറിയത്തില്ല. ഞങ്ങൾ അവിടെ ചെന്ന് അവർ ഞങ്ങളെ നീന്തൽ പഠിപ്പിച്ചു തന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു അല്ലേ? അതെ. നമുക്ക് പിന്നെ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് വേറെ ആക്ടിവിറ്റി ഒന്നും ഇല്ല. ഞങ്ങൾക്കൊരു അൽക്കസർ ഷോ ഉണ്ട്. അത് മസ്റ്റ് വാച്ചൊരു കിഡിലും സംഭവമാണ്. നമ്മൾ ഒരു അടുത്ത എപ്പിസോഡിലായിരിക്കും കാണിക്കാൻ പോകുന്നത്. കാരണം അത്ര ഒരു വെറൈറ്റി സംഭവമാണ്. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോഴേ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഞങ്ങൾ ഫസ്റ്റ് പാർട്ടിൽ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ അടുത്ത എപ്പിസോഡ് കാണിക്കാമെങ്കിൽ പോലും ഇത്ര നല്ല വിഷ്വൽസൊക്കെ നിങ്ങൾ മിസ് ചെയ്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഈ എപ്പിസോഡ് അൽക്കസർ ഷോ ഒക്കെ കാണിച്ച അൽക്കസർ ഷോ ഭയങ്കര രസമുണ്ട്. നമ്മൾ ഇതിനായിട്ടൊരു സെപ്പറേറ്റ് എപ്പിസോഡാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. കാരണം അത് അത്രയും ഈ ഒരു വീഡിയോക്കകത്ത് കാണിച്ചാൽ ചിലപ്പോൾ ഇതാവത്തില്ല. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ കുറേ നേരം ഇരുന്ന് അവിടെയായിട്ടൊക്കെ കളിച്ച് അത് രസത്തിലായി. പിന്നെ ഞങ്ങൾ കളിച്ചൊരു വേറെ സംഭവമൊക്കെ ഉണ്ടായി. നമ്മളൊരു ഏകദേശം ഒരു വൈകിട്ടൊക്കെയാണ് ഇറങ്ങിയത്. ഞങ്ങളങ്ങനെ പൂളി ഇറങ്ങി രാത്രി വരെ ഞങ്ങൾ അതിനകത്ത് ഇരുന്ന് കളിക്കും. ഞങ്ങൾ സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ ആ കളീൻ്റെ ഒരു ചേട്ടാ. അതെ, ഞങ്ങൾ പൂളിലിരുന്ന് ഐസ് ആൻഡ് വാട്ടർ വരെ കളിച്ചു. അത് വെറൈറ്റി ഗെയിമാണ്. സാധാരണ നമ്മളെല്ലാവരും പൂളിയിരുന്ന മറ്റേ ബോൾ കൊണ്ട് കളിക്കുന്ന അതൊക്കെ ആയില്ലേ. ഇത് ഞങ്ങൾ ഫുൾ വെറൈറ്റി വേറെ സംഭവമൊക്കെ പിടിച്ചു. ഞങ്ങൾ പൂളിനകത്ത് ഐസ് ആൻഡ് വാട്ടർ ആയിരുന്നു കളിച്ചു. പൂളിനകത്ത് ഹൈഡ് ആൻഡ് സീക്ക്. അങ്ങനെ നമ്മൾ പൂളി കളിച്ച് അതിൻ്റെ രസത്തിൽ അതിൻ്റെ രസത്തിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. നമുക്ക് അൽക്കസർ ഷോ, അത് ഞാൻ പറഞ്ഞില്ല, അൽക്കസർ ഷോയും പിന്നെ ഡിന്നറൊക്കെയാണുള്ളത്. നമ്മൾ അൽക്കസർ ഷോനെ കുറിച്ചുള്ളതൊക്കെ നമ്മുടെ നെക്സ്റ്റ് പാർട്ടി നമ്മൾ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം. എന്തിനെ കുറിച്ച്, ഞങ്ങൾ ഈ തായ്ലാൻഡ് ട്രിപ്പിനെ കുറിച്ചോ അതിൻ്റെ ഏതെങ്കിലും ടീം യാത്രി ട്രാവൽസിനെ കുറിച്ചും ഈ ട്രിപ്പിനെ കുറിച്ചുള്ള എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇട്ട് ഞങ്ങൾ ഉറപ്പായിട്ട് റിപ്ലൈ അതിൻ്റെ ആൻസർ തരുന്നതായിരിക്കും. അങ്ങനെ ഇന്നത്തെ ഒരു ലോങ് ഡേ അവസാനിച്ചു. അങ്ങനെ നമ്മൾ പൂളിലൊക്കെ ഇരുന്ന് കളിച്ച് ഇങ്ങനത്തെ ഈ ഒരു തായ്ലാൻഡ് ട്രിപ്പിൻ്റെ പാർട്ട് 2 അങ്ങനെ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിൻ്റെ അടുത്ത എപ്പിസോഡ് നമ്മൾ ഇത്രയും ലേറ്റ് ആക്കത്തില്ല, പെട്ടെന്ന് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം ബൈ.